ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് ഇന്നലെ 84,872 പേർ മല ചവിട്ടി. ഇന്ന് പുലർച്ചെ മുതൽ ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ്. ഇതുവരെ സന്നിധാനത്തെത്തിയ ആകെ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, എന്താണ് ഈ തീർത്ഥാടകരുടെ എണ്ണവും കണക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ? രാവിലത്തെ കാഴ്ചകൾ എങ്ങനെ, MG പ്രതീഷ്? റിജിത്ത്, ശബരിമല സന്നിധാനത്തേക്ക് അണമുറിയാത്ത തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഈ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്ന ആദ്യ 2 മണിക്കൂറിൽ 16,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. ഇന്നലെ 84,872 ഭക്തരാണ് ദർശനത്തിന് എത്തിയത്. ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങൾ ഒഴിച്ചാൽ തുടർച്ചയായി 80,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ തീർത്ഥാടകർ എത്തുമ്പോഴും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളോ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമോ നിലവിൽ സന്നിധാനത്തില്ല. വളരെ സംതൃപ്തിയോട് കൂടി തന്നെ സുഖദർശനം നടത്തിയാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സന്നിധാനത്ത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം ഈ സന്നിധാനത്ത് കേരളീയ സദ്യ വിളമ്പുന്നതിൽ നിർണായകമായൊരു യോഗം തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് യോഗം രാവിലെ ചേരുന്നുണ്ട്. ഈ യോഗശേഷമായിരിക്കും സന്നിധാനത്ത് എന്ന് മുതൽ കേരളീയ സദ്യ വിളമ്പാം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. നേരത്തെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ഡിസംബർ 2-ാം തീയതി കേരളീയ സദ്യ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ദേവസ്വം കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും നിലവിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് മാറ്റമില്ലാതെ സന്നിധാനത്ത് തുടരുകയാണ്. ശരി, ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കേരളീയ സദ്യ എന്ന് മുതൽ വിളമ്പണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.